രാഹുൽ ഗണ്ഡിയെ നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് വിളിച്ചു വന്നിരുന്നു. അത് ശരിയായ ഒരു വിളി ആയിരുന്നില്ല. കാരണം മഹാത്മാഗാന്ധിയുടെ പേരിൻ്റെ ഭാഗമായ ഗാന്ധി, അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് വിളിക്കുന്നതിലെ ഗാന്ധി. ഇത് ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഹിന്ദുവാണെന്ന് വരുത്താൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ ഗാന്ധി എടുത്ത് ഇന്ദിരയുടെ പേരിൻ്റെ അറ്റത്ത് തുന്നിച്ചേർത്താണ് ഇന്ദിരാഗാന്ധി ആയത്. അതിനുശേഷം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മക്കളായിട്ടുള്ള രാഹുലിനെയും സഞ്ജയനും രാഹുൽ ഗാന്ധി എന്നും സഞ്ജയ് ഗാന്ധി എന്നും വിളിച്ചു. അവിടെയും നിന്നില്ല. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായ മേനകയെ മേനക ഗാന്ധി എന്നാക്കി. അതേപോലെ അവരുടെ മകന് വരുൺ ഗാന്ധിക്ക് ഗാന്ധി എന്നും കൂടെ ചേർത്തു. ആളുകൾ അതിനൊന്നും പ്രശ്നമാക്കിയില്ല. കാരണം സ്വന്തം പിതാവിൻ്റെ ഒക്കെ പേര് എങ്ങനെയൊക്കെ മാറ്റുന്നതിൽ നമ്മളെന്തിനു വറി ചെയ്യണം? അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവർക്ക് അങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമായിരുന്നു സാധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും ഈ ഗാന്ധി കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരുടെ പേരിനോട് ചേർത്ത് അത് വിളിക്കുന്നത് ഒരു ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അത് തിരുത്തി. ഇപ്പം നമുക്ക് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി എന്ന് തന്നെ വിളിക്കാം. കാരണം മഹാത്മാഗാന്ധിയുടെ ചെയ്തികൾ പലതും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു, അനുകരിച്ചിരിക്കുന്നു, പ്രാവർത്തികമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, മഹാത്മാഗാന്ധി 2 കൊച്ചു പെൺപിള്ളാരുടെ തോളെ കൈയിട്ടുകൊണ്ട് ആണ് നടന്നിരുന്നത്. അവരെ അപ്പുറവും ഇപ്പുറവും കടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങി വന്നിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 2004 നമ്മുടെ രാഹുൽ ഗാന്ധി കുമരകത്ത് വന്നത് ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു. സ്പാനിഷ്കാരിയായിട്ടുള്ള ബെറോണിക്ക രാഹുൽ ഗാന്ധിയുടെ ഭാര്യ ആയിരുന്നില്ല. അങ്ങനെ ബെറോണിക്കയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് സഞ്ചരിച്ചു, സഹശയനം നടത്തി ഒക്കെയാണ് കുമരകത്ത് നിന്നും പോയത്. അതിനുശേഷം രാഹുൽ ഗാന്ധി കൊളംബിയക്കാരിയായ ജുവാൻഡ എന്നൊരു പെൺകുട്ടിയുമായിട്ട് വന്നു. അവളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്തു, സഹശയനമൊക്കെ നടത്തിയിട്ടാണ് അവളും പോയത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, ഏതാണ്ട് ഒരു 10-20 ദിവസത്തേക്ക് ഈ രാഹുൽ ഗാന്ധിയെ കണ്ടില്ല. എവിടെ പോയ നാക്ക് മറിഞ്ഞൂടാ, ഒരു പിടിയുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് പോലും ആരും അന്വേഷിച്ചില്ല. പിന്നീടാണ് ചില ചിത്രങ്ങളൊക്കെ വന്നത്, രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയും 2 പിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ പിള്ളേരുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 14-നും ഒരു 8-നും ഒക്കെ ഇടയ്ക്ക് പ്രായം വരുന്ന കുട്ടികളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലും രാഹുൽ ഗാന്ധി ഈ മഹാത്മാഗാന്ധിയുടെ ചെയ്തികൾ പിന്തുടർന്ന് വന്നിരുന്നതായിട്ട് കാണാം. പിന്നെ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ വെച്ച് ഗാന്ധിജി ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണോ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നടന്നത്, അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിച്ച് നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും ഇപ്പം ജെൻസിയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും 2 ജെൻസികളെയും മഹാത്മാഗാന്ധി എങ്ങനെയാണ് അവളെ കൈയിട്ട് കൊണ്ടു നടന്നത്, അതുപോലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവരുടെ തോളിലും കൈയിട്ടുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അനിവാര്യമായിരുന്ന ഒരു ചെയ്തി അത് രാഹുൽ ഗാന്ധിയും അനുകരിക്കുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി രാഹുൽ ഗാന്ധിക്കും ചേരും എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് വിളിക്കുന്നതിൽ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ വിളിക്കാം.